തമിഴ്നാട്ടിൽ ഒരു വലിയ വാഹനാപകടം ഉണ്ടായിട്ടുണ്ട്. അത് ഈ വാൽപ്പാറയിലാണ്. ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 40 യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് തിരുപ്പൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോവുകയായിരുന്ന സർക്കാർ ബസ് അപകടത്തിൽപ്പെട്ടത്. ലെവിൻ കെ വിജയനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമ്മൾ ആ അപകടത്തിൽപ്പെട്ട ബസ്സിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് കണ്ടതും ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കം ലഭ്യവുമാണ്. ലെവിൻ, ഗുഡ് മോർണിംഗ്. അത്യാവശ്യം വലിയ അപകടമാണ്. ഈ 10-40ഓളം പേർക്ക് പരിക്കേറ്റു എന്ന് മനസ്സിലാക്കുന്നു. ഈ പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പുലർച്ചെ ഉണ്ടായ അപകടത്തിൻ്റെ കാരണം വ്യക്തമാണോ? എന്താണ് നിലവിലെ വിശദാംശങ്ങൾ? സേതു, ഗുഡ് മോർണിംഗ്. അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. 40-ലധികം ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 12:30 കൂടിയാണ് തിരുപ്പൂരിൽ നിന്നും വാൽപ്പാറയിലേക്ക് തമിഴ്നാട് സർക്കാരിന്റെ ബസ് പുറപ്പെടുന്നത്. ഈ ബസ് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് കവേഴ്സ് എസ്റ്റേറ്റിൽ, അതായത് വാൽപ്പാറയ്ക്ക് സമീപമുള്ള കവേഴ്സ് എസ്റ്റേറ്റ് എന്ന ഭാഗത്തേക്ക് എത്തുന്നത്. ഇവിടെ വെച്ച് നിയന്ത്രണം തെറ്റി റോഡരികിലേക്ക് തന്നെ മറിയുകയായിരുന്നു. 20 അടി താഴ്ചയിലേക്കാണ് റോഡിൽ നിന്നും ബസ് മറിഞ്ഞു പോയത്. ഡ്രൈവർ ഗണേഷും കണ്ടക്ടർ അടക്കമുള്ള ആളുകൾക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കണ്ടക്ടറുടെ പേര് ശിവരാജ് എന്നാണ്. 40-ലധികം യാത്രക്കാർക്കാണ് ഈ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ എല്ലാവരെയും പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ബസ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഭൂരിഭാഗം യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അതുകൊണ്ട് തന്നെ ഇവർക്കും അറിയില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം എന്നുള്ള ഒരു പ്രാഥമിക നിരീക്ഷണത്തിലാണ്. ശരി ലെവിൻ, ഇപ്പോ വലിയൊരു അപകടമാണ് നടന്നത്. 40 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ മറ്റ് സംഭവങ്ങളൊന്നും, അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. തമിഴ്നാട് വാൽപ്പാറയിലാണ് ബസ് താഴ്ചയിലേക്ക് വീണ് അപകടമുണ്ടായത്.